ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ആയി ഒരു വീഡിയോ ഇട്ടിട്ട് ഇടണം ഇടണം എന്ന് വിചാരിക്കും, ബട്ട് അതിനുള്ള ഒരു എന്താ പറയുക, ഒരു സന്ദർഭം ഇതുവരെ എന്തായിട്ടില്ല. ഞാൻ കുറേയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങും കേട്ടോ, പിന്നെ ഒരു മടിയാവും ബാക്കി എടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ വീക്കെൻഡ് ഞങ്ങളിതൊരു സാറ്റർഡേ ആണോ സൺഡേ ആണോ എന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതാ. ഈ വീക്ക് ഡേയ്സ് ഫുൾ ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീക്കെൻഡ് ഒന്ന് പുറത്തിറങ്ങാൻ തോന്നും. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഞങ്ങൾ ഫുള്ള് ട്രിപ്പാണ് അതാണ് ഇതാന്നൊക്കെ. അല്ല, ഇങ്ങനെ നല്ലോണം പണിയൊക്കെ എടുത്ത് സ്ട്രെസ്ഡ് ആയിരിക്കുമ്പോൾ വീക്കെൻഡ് മാത്രമേ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊന്ന് പുറത്തൊരു ഡ്രൈവിന് പോവുക അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ദേ ഇവിടെ മുരുങ്ങൂറുള്ള കോസ്റ്റ കോഫിയിലാണ് കേട്ടോ ഇപ്രാവശ്യം വന്നേക്കുന്നത്. ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുക എന്നുള്ള ഒരു ത്വരയിലാണ് ഇങ്ങോട്ട് എത്തിയേക്കുന്നത്. ഇവിടെ എത്തിയാൽ കുറച്ചധികം നേരം ഒന്ന് ഇരുന്ന് റിലാക്സ് ചെയ്യാം, നല്ല കാം ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയറും ആണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഗോകുലിനോട് ഞാൻ പറയുന്നുണ്ട് കുറച്ച് ക്യാൻഡിഡ് വീഡിയോസൊക്കെ എടുത്തു തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഹോട്ട് ചോക്ലേറ്റ് ആണ് രണ്ടുപേരും ഓർഡർ ചെയ്തത്. ഇതൊരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് വന്നു. ഇവിടുത്തെ ഹോട്ട് ചോക്ലേറ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. കൂടുതൽ റണ്ണിയും എല്ലാം, കൂടുതൽ കട്ടിയില്ലാത്തൊരു ടൈപ്പ്, പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ഫോർ മീ. അങ്ങനെ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിച്ച് പിന്നെ ഒരു ക്വസോണ്ട് മഫിനൊക്കെ ഓർഡർ ചെയ്തു. എനിക്ക് ഇവിടുത്തെ ക്വസോണ്ട് കുറച്ച് ഇഷ്ടമാണ് കേട്ടോ. അത്ര വലിയ ഫ്ലേക്കി ഒന്നും അല്ലെങ്കിലും നല്ല ബട്ടറി, ഒരു നല്ല ടേസ്റ്റാണ്. പിന്നെ ഗൂഗിൾ എന്തോ ഒരു ചോക്ലേറ്റ് മഫിനാണെന്ന് എനിക്ക് ഓർഡർ ചെയ്തത്. എനിക്ക് ചോക്ലേറ്റിനോട് അത്ര വലിയ താല്പര്യമില്ലാത്ത ആളായതുകൊണ്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കി. ഇറ്റ് വാസ് ഗുഡ്. അങ്ങനെ ഈ കോഫി അല്ലല്ലോ, ഹോട്ട് ചോക്ലേറ്റ് കുടിച്ച് ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. മഫിന് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ബട്ട് ക്വസോൺ വാസ് റിയലി ഗുഡ്. അങ്ങനെ ഇത് കഴിച്ചുകൊണ്ട് പിന്നെ ഡിന്നറിലൊന്നും കഴിച്ചില്ല കേട്ടോ, കാരണം നല്ല അത്യാവശ്യത്തിന് ഫില്ലിംഗ് ആയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊരു സലൂണിൽ പോകണമായിരുന്നു. ഗോകുലിനോട്ടൊന്ന് ബിയേർഡ് ട്രിം ചെയ്യണമായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ ഐബ്രോസ് ത്രെഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പോകാറുള്ള ഇവിടെ കൊരട്ടി തന്നെയുള്ള തെനോക്ക് സലൂൺ എന്ന് പറഞ്ഞൊരു സലൂണുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടൊരു ഞാൻ 2 വർഷമായിട്ട് ഇവിടെ തന്നെ പോകുന്ന, ഹെയർ കട്ടിനായാലും എന്തിനായാലും നല്ല സർവീസാണ് കേട്ടോ. നല്ലോണം അത് അവർ ചെയ്തു തരും. സോ ഇവിടെ നിന്ന് നമ്മൾ ഹെയർ കട്ടും ഐബ്രോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ ഓഫീസിലേക്ക് പോയി. ഓഫീസിൽ നിന്നൊരു പാക്കേജ് എന്തോ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ എത്തിയല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് നേരം ഓഫീസിലിരുന്നു. ഇന്ന് വീക്ക് എൻ്റെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓഫീസിൽ വന്നപ്പോൾ നമ്മൾ ടി വി മേടിച്ചതിൻ്റെ സ്റ്റാൻഡും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഇതുവരെയും ടി വിയും സ്റ്റാൻഡും ഒന്നിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടി വെച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്നൊരു ഫിലിം ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അനശ്വര രാജനൊക്കെയുള്ള. വാഴയിലെ ടീംസ് എല്ലാവരും ഉള്ളത്. അപ്പോൾ ആ ഫിലിം കാണാൻ പോയി. കുഴപ്പമൊന്നുമില്ലൊരു ബിലോ ആവറേജ് പടമാണെങ്കിലും കുറച്ചൊക്കെ ഒന്ന് ചിരിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു കോമഡി പടം കാണണം എന്ന് പറഞ്ഞ് ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വീക്കെൻഡൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫിലിം കാണാമെന്ന് പറഞ്ഞു പോയി. കണ്ടു. അങ്ങനെ ഫിലിമൊക്കെ കണ്ടു. എനിക്ക് തോന്നുന്നത് എപ്പോഴത്തെ ഒരു 9:30-10 മണിയൊക്കെ ആയിട്ടുണ്ടാവുമെന്നാണ് ഫിലിമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ദേ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഈ മഴ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല കേട്ടോ. രാവിലെ തുടങ്ങിയ മഴ, ഇറ്റ്സ് സ്റ്റിൽ റെയിനിങ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അത്ര വലിയ വിശപ്പില്ലായിരുന്നുകൊണ്ട് ഞങ്ങൾ ഫ്രൂട്ട്സിലാണ് കേട്ടോ ഇന്നത്തെ ഡിന്നർ അഡ്ജസ്റ്റ് ചെയ്ത്. കുറച്ച് സിട്രസും നേന്ത്രപ്പഴവും പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ യാ, ഇതായിരുന്നു ഞങ്ങളുടെ ഡിന്നർ. പിന്നെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു സീരീസ് കാണാനിരുന്നു, റുക്കി എന്ന് പറഞ്ഞൊരു സീരീസ്. അപ്പോൾ തുടങ്ങിയുള്ളൂ കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതായിരുന്നു എൻ്റെ വീക്കെൻഡ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.